ഭൂവസ്ത്രയും ഗ്രോ മാജിക്കും നമ്മൾ ഇന്ത്യ ഗ്രോൻ്റെ വളം നമ്മളത് മിക്സ് ചെയ്യേണ്ടത് ഒരു ഗ്രോ മാജിക്ക് 2 ഭൂവസ്ത്ര അങ്ങനെയാണത് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് ചെറിയ കൃഷികൾക്കൊക്കെ മരത്തൈകൾക്കൊക്കെ 10 ഗ്രാം തോതനുസരിച്ച് കൊടുക്കുക. നമ്മളിവിടെ ഇഞ്ചി കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമ്മളൊരു 10 മീറ്ററിൻ്റെ കള്ളിയിൽ തന്നെ ഒരു 10 50 ഒക്കെ കുഴികളുണ്ടാവും. അതിൽ 10 ഗ്രാം വീതം ഇതും കയ്യിൽ അത് അങ്ങനെ അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഗ്രോ മാജിക്കും ഭൂവസ്ത്രയും പാക്കറ്റ് മുറിച്ചിട്ട് 2-1 2 ഭൂവസ്ത്ര അതിൽ മിക്സ് ആക്കേണ്ടത് 1 ഗ്രോ മാജിക്ക്. അപ്പോൾ 4 എണ്ണം ആകുമ്പോൾ 2 എണ്ണം. അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്യണം. പരസ്പരം അത് കൂടിച്ചേർന്ന് ഇത് മിക്സാക്കിയിട്ട് അതിന് പിന്നെ നമ്മൾ അടിവളം ഞാനിവിടെ വളപ്പൊടിയാണ് എഞ്ചിക്ക് ഇട്ട് കൊടുക്കുന്നത്. പണിക്കാരൊക്കെ വന്നവിടെ അടിവളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഗ്രോ മാജിക്ക് ഭൂവസ്ത്ര മിക്സ് ചെയ്തത് ഒരു കുഴിക്ക് 10 ഗ്രാം എന്ന നിലക്കല്ല, ഒരു കുഴിയുടെ സ്ഥാനത്താണ് ഒരു 3-4 കുഴികൾ വരുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഒരു സുമാറ് കണ്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു നല്ല കാടുള്ള സ്ഥലമായിരുന്നു. ഇപ്പം അടുത്ത് ഞാൻ വായിച്ചതാണത്. മുഴുവൻ വെട്ടിത്തെളിച്ച് ഭൂമി കളച്ച് മറിച്ച് കള്ളിയും ചാലും വലിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മെയിൻ കൃഷി കാപ്പിയും കുരുമുളകുമാണ്. അത് പ്ലാന്റേഷൻ ചെയ്യലാണ്. അപ്പോൾ ഇത് സംരക്ഷിക്കാതെ പോയതുകൊണ്ട് കുറേ കാലപ്പഴക്കമുള്ള കുറേ കാപ്പികളൊക്കെ ഇതിലുണ്ട്. അതൊക്കെ വലിയ മരങ്ങളായിട്ടുണ്ട്. അപ്പോൾ അത് അടി ചേർത്ത് മുറിച്ച് അതിനിപ്പോൾ കൊമ്പുകൾ വന്ന് അതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അതിന് വളം കിട്ടുക എന്നുകൂടെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതോടൊപ്പം നമുക്കിതിൻ്റെ മാറ്റം അറിയണം. ഇവിടെയുള്ള ആളുകളൊക്കെ രാസവളം കൊടുത്തിട്ടാണല്ലോ കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മളെ ആയുർവേദിക് വളം അത് എത്രത്തോളം, വാഴയ്ക്ക് നമ്മളിപ്പോൾ ഇവിടെ പരീക്ഷണം നടത്തി. ഇവിടുത്തെ കർഷകർക്കിടയിൽ നല്ല വിളവ് കിട്ടി. അപ്പോൾ എന്നതുപോലെ നമുക്ക് ഇനി ഇവിടുത്തെ മെയിൻ കൃഷി തന്നെയാണ് ഇഞ്ചി.